ഹലോ ഗൈസ്, അപ്പം നിങ്ങളിപ്പം തമ്പനിയിൽ കണ്ട ആ ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. ഉണ്ടാക്കുമ്പോൾ മനസ്സിൽ ഒരു അടിപൊളി കുഞ്ഞി പെൻ ഹോൾഡർ ആയിരുന്നെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞപ്പം ആകെ മാറി. സംഭവം ഞാൻ ഉദ്ദേശിച്ചതിനും കാട്ടും അടിപൊളി കൊള്ളായ ഒരു ഐറ്റമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അല്ലെങ്കിൽ വല്ലതും പെർഫെക്റ്റായി കിട്ടണമെന്നൊന്നുമില്ലല്ലോ, ഏതെങ്കിലുമൊക്കെ ഒരു കൊള്ളാവണം അല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇത് ഫസ്റ്റ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്ബോർഡ് പീസസ് ആണ്. അതിനായിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുക്കുക. ജസ്റ്റ് ഇതേപോലെ ഒരു ഹൗസ് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ താഴ്ഭാഗവും മറ്റേ കാർഡ്ബോർഡിൻ്റെ മുകൾ ഭാഗവും ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്തു. എന്നിട്ട് ഈ രണ്ട് കാർഡ്ബോർഡും ഇനി നമുക്ക് കവർ ചെയ്തെടുക്കണം. ഞാനിവിടെ കളർ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ജസ്റ്റ് രണ്ട് കാർഡ്ബോർഡും കവർ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളേഴ്സ് യൂസ് ചെയ്യാം. എൻ്റെത് ഞാൻ ഉണ്ടാക്കിയത് കൊളായി ചേച്ചി, നിങ്ങൾ ഉണ്ടാക്കാൻ തക്കണ്ട കേട്ടോ. നിങ്ങളത് എന്തായാലും ശരിയാവും. എൻ്റെത് ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ചോണ്ടാ തോന്നുന്നത്. എൻ്റെ അങ്ങോട്ട് കൊളായി ഗൈസ്. കേട്ടിട്ടില്ലേ, ചിലവത് റെഡിയാവും ചിലവത് റെഡിയാവില്ല. എൻ്റെ ശരിയായില്ല, എനിക്കൊരു കുഴപ്പമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാം. എന്നിട്ട് ഒരു സർക്കിൾ ഇതുപോലെ 6 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. അതിന് ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്ത് പേപ്പർ ഒന്ന് കവർ ചെയ്ത് ഒന്ന് ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഏരോ ഷേപ്പിലുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസസ് ജോയിൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കേണ്ടത്. ഞാനെന്താ ഇങ്ങനെ ജോയിൻ ചെയ്ത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ ഈ സർക്കിൾ കവർ ചെയ്യാനുള്ള ഈ ഒരു പേപ്പർ നല്ല കട്ടിയുള്ള പേപ്പർ ഉപയോഗിക്കട്ടോ. A4 കാട്ടി നല്ലത് ചാർട്ട് പേപ്പർ, അങ്ങനത്തെ ഒക്കെ കട്ടിയുള്ള കുറച്ച് പേപ്പേഴ്സ് യൂസ് ചെയ്യണതാവും. ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്തത്. എന്നിട്ടൊരു പേപ്പർ എടുക്കുക, ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്താൽ നമുക്ക് ഇതുപോലെ 2 സ്റ്റിക്കുകളായിട്ട് കിട്ടും. അങ്ങനെ ഒരു 25 ഒക്കെ ജസ്റ്റ് ഉണ്ടാക്കുക. 25 അല്ലെങ്കിൽ ഒരു 80 ഒക്കെ ഉണ്ടാക്കുക. നമ്മളെടുത്ത ആ ഒരു റൗണ്ടിന് ആ ഒരു സർക്കിളിന് എത്ര വേണോ അത്ര കണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു റൗണ്ട് സ്റ്റിക്കുകൾ ഉണ്ടാക്കട്ടോ. എന്നിട്ട് ആ ഓരോ സ്റ്റിക്കുകളും ഈ ഒരു മുകളിലുള്ള ഈ ഒരു ചാർട്ട് പേപ്പറിൽ ജസ്റ്റ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ ഒട്ടിച്ചത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിരുന്നു. അപ്പോഴാണ് ഗൈസ് ഇൻ്റെത് കൊളായത്. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. കട്ട് ചെയ്യുമ്പോൾ ഒരേ ലെവലിൽ ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ കുളന്നാവും കേട്ടോ. ഇത് ജസ്റ്റ് ലെവലിൽ തെറ്റിപ്പോയി, അതുകൊണ്ടാണ് ഇതിൻ്റെ ഇങ്ങനെ കൊളായി കിട്ടിയത്. എന്നിട്ട് വേറൊരു പേപ്പർ എടുക്കുക, A4 എടുക്കുക. അതിൽ ഇതുപോലെ 2 സർക്കിൾ വെച്ച് അതിൽ ചെറിയ സർക്കിളിന് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒട്ടിച്ച് ആ പേപ്പർ എടുത്ത് ഇത് ഒരു കോൺ ഷേപ്പിലൊന്ന് ജസ്റ്റ് ആക്കിയെടുത്ത് നമ്മളെ ഏരോൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ നമ്മളെ അടിപൊളി പെൻ ഹോൾഡർ റെഡിയായി. അപ്പം ഇതിപ്പം കണ്ടിട്ട് ഒരു തരികിട പോലല്ലേ, പക്ഷെ ഇത് കാണാനും സംഭവം വർക്കിംഗ് ആണ്. നമുക്ക് പെന്നൊക്കെ വെച്ച് അടിപൊളിയാക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഉഷാറാക്കി ചെയ്താൽ ഇതിനെക്കാട്ടി അടിപൊളി സൂപ്പറാക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.